എവരിബഡി എല്ലാവരും ഉറക്കമില്ലാതെ ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആമേൻ. സോ ഇത് നമ്മൾ ആദ്യം പഠിച്ച കാര്യത്തിൽ നമ്മൾ ബേസിക്കലി നമ്മുടെ സെൽഫ് വർത്തിൻ്റെ 2 ഇൻഗ്രീഡിയൻസ് ആണ് പഠിക്കുന്നത്. നമ്മളിന്ന് ഒന്നാമത്തെ കാര്യം നമ്മുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതത്വം. രണ്ടാമത്തെ കാര്യം സെക്കൻഡ് തിങ് ഈസ് ബേസിക്കലി അവർ സിഗ്നിഫിക്കൻസ്, ഹൗ ഇമ്പോർട്ടൻ്റ് ആർ വി. ദൈവത്തിലെ എത്രമാത്രം പ്രാധാന്യമാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ രണ്ടാമതായിട്ട് പഠിക്കുന്നത്. ആദ്യത്തെ നമ്മൾ ദൈവത്തിലുള്ള സുരക്ഷിതത്വത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. ആമേൻ. സോ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ടോ നമ്മൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ? ഓക്കെ. സോ ആരും അൺഇമ്പോർട്ടൻ്റ് ആയി തീരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയി തീരാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? എല്ലാവരും പ്രാധാന്യം അറിയിക്കുന്നവർ തന്നെയാണ് ആഗ്രഹിക്കുന്നത്, ആരും പ്രാധാന്യം ഇല്ലാത്തവരായിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ. So, again, significance, how do you define significance? In one way, it is the purpose. എന്താണ് മൂല്യം അല്ലെങ്കിൽ പ്രാധാന്യം എന്നുള്ളതിനെ കുറിച്ചിട്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അതിൻ്റെ ഉദ്ദേശം എന്താണ്? Or meaningfulness, or how our adequacy for doing something that is impactful. അതായത് എന്തെങ്കിലും നല്ല രീതിയിൽ പ്രകടമാകുന്ന രീതിയിലുള്ള പ്രവർത്തനം കാര്യക്ഷമമായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു ഉദാഹരണമാക്കി തീർക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുക. ആമേൻ. നമ്മൾ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? എനിക്ക് ജോലി സ്ഥലത്ത് ഭയങ്കര പ്രാധാന്യം ആൾക്കാർ തരും, വീട്ടിൽ വന്നു കഴിഞ്ഞാലോ ഒരു ഇമ്പോർട്ടൻസും ഇല്ല, എന്നെ ഇവിടെ കറിവേപ്പില പോലെയാണ് കാണുന്നത്. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അല്ലെ ആൾക്കാർ പറയും എനിക്ക് വേറെ എല്ലായിടത്തും ഭയങ്കര റെസ്പെക്റ്റാണ്, ചർച്ച് വന്നാൽ മാത്രം ആരും എനിക്ക് റെസ്പെക്റ്റ് തരുന്നില്ല. ഇല്ല, ഇങ്ങനെ നമ്മളെപ്പോഴും അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെപ്പോഴും നമ്മൾ അളന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എത്ര വില മറ്റുള്ളവർ തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ വില നമ്മൾ അതും ഒരു കമ്മി ബഡ്ജറ്റിലാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എനിക്കാരും വില തരുന്നില്ല, എനിക്ക് വില തന്നേ മതിയാകൂ. അപ്പോഴാണ് നമ്മൾ പലപ്പോഴും ബന്ധങ്ങളിൽ പല പ്രശ്നങ്ങളുണ്ടാകുന്നത്. എനിക്ക് വില തരാത്തത് എന്താണ്, എന്തുകൊണ്ട് തന്നുകൂടാ? ആ രീതി നമ്മൾ ചോദിച്ചു വാങ്ങാനും അതിനുവേണ്ടിയുള്ളൊരു മത്സരവും പലപ്പോഴും പല ബന്ധങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ആമേൻ. അപ്പോൾ അതിനുവേണ്ടി പല ആൾക്കാരും ചെയ്യുന്നത് തെറ്റായിട്ടുള്ളൊരു രീതി എന്താണെന്ന് വെച്ചാൽ അവർ എനിക്ക് വില ഉണ്ടാക്കാൻ വേണ്ടി, സ്വയമായിട്ട് എനിക്ക് വില ഉണ്ടാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ അങ്ങനെയാണ് എന്തൊക്കെ തെറ്റായ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എനിക്ക് വലിയ സ്ഥാനം ഉണ്ടായാൽ, അല്ലെങ്കിൽ എനിക്ക് ധാരാളം പണം ഉണ്ടായാൽ, അല്ലെങ്കിൽ എനിക്ക് സമൂഹത്തിലോ അല്ലെങ്കിൽ ഭൗതികമായിട്ട് ധാരാളം സമ്പത്തോ അതുപോലുള്ള പല വളർച്ച ഉണ്ടായാൽ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് എനിക്ക് ധാരാളം പ്രൊമോഷൻ കിട്ടിയാൽ, അല്ലെങ്കിൽ ഇനിയൊരു ഡിഗ്രി കൂടെ എടുത്താൽ, കൂടുതൽ പഠിച്ചാൽ, അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ലൗകികമായിട്ട് നേടിയാൽ എന്നെ ആൾക്കാർ വില കൽപ്പിക്കും എന്ന് കരുതും. അപ്പോൾ അങ്ങനെ കരുതിയിട്ട് പല ആൾക്കാരും പലതും നേടാനായിട്ട് നോക്കും. പക്ഷേ എത്ര നേടിയാലും എന്ത് പറ്റും? നമ്മളെക്കാൾ വലിയ ഒരാളെ നമ്മൾ കാണും, അല്ലേ? PhD എടുത്ത ആളാണെങ്കിൽ അടുത്ത് നോക്കുമ്പോഴത്തേക്കും പോസ്റ്റ് ഡോക്ടറേറ്റ് എടുത്ത ആളെ കാണും. അപ്പം നമ്മുടെ വില പോയല്ലോ എന്ന് കരുതും, അല്ലേ? അപ്പോൾ അങ്ങനെ പല രീതിയിലും ഇങ്ങനെ പോയിട്ട് എന്ത് പറ്റും? എത്രയെല്ലാം നോക്കിയാലും ആൾക്കാർക്ക് ആ വില അവരാഗ്രഹിക്കുന്നത്ര വില പലപ്പോഴും കണ്ടെത്താൻ പറ്റുന്നില്ല. ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ടു, പല പ്രാവശ്യം MP ആയിരുന്ന ഒരാൾ, വളരെ ദുഃഖകരമായിട്ടൊരു കാര്യമാണ്, തമിഴ്നാട്ടിൽ MP ആയിരുന്ന ആൾ ഈ പ്രാവശ്യം സീറ്റ് കിട്ടിയില്ല. 70 വയസ്സിന് മേൽ പ്രായമുള്ളതാണ്. ആ സീറ്റ് കിട്ടാത്ത കാരണത്താൽ ആത്മഹത്യ ചെയ്തു. എത്രയോ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അയാൾ എത്ര രൂപ സമ്പാദിച്ചിട്ടുണ്ടാവും, എത്ര പേരെടുത്തിട്ടുണ്ടാവും, എന്നാലും കിട്ടിയത് നഷ്ടപ്പെട്ടപ്പോൾ ഭയങ്കര ദുഃഖത്തോടെ ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം എന്ന് വിചാരിച്ചു. ഇതാണ് നമുക്ക് നമ്മുടെ പ്രാധാന്യം, നമ്മൾ ഈ ലോകത്തുള്ള എന്തിനെങ്കിലും നമ്മൾ ആശ്രയിച്ച് നമ്മുടെ പ്രാധാന്യം കണ്ടെത്തിയാൽ നമ്മൾ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നമ്മൾ നിരാശപ്പെടും. നമ്മൾ ഇതെല്ലാം ചെയ്തെല്ലാം വ്യർത്ഥമായി പോയി എന്ന് കരുതി നമ്മൾ നമ്മുടെ ജീവിതത്തെ തന്നെ വെറുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഇങ്ങനെ ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. അപ്പോൾ ഈ ലൗകികമായ രീതിയിൽ നമ്മൾ തെറ്റായ വഴിയിൽ നമ്മുടെ വില കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. പക്ഷേ ശരിയായ വഴി എന്താണ്? the right way is finding our significance from God by realizing that my significance depends upon understanding who I am in Christ. അതായത് ക്രിസ്തുവിൽ ഞാൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതാണ് നമ്മളെക്കുറിച്ചിട്ടുള്ള പ്രാധാന്യത്തെക്കുറിച്ചിട്ടുള്ള അറിവ് നമുക്കുണ്ടാവുക എന്ന് പറയാൻ സാധിക്കുക. Amen. So I will come to feel significant as I come to realize
who I am in the eyes of Christ. അതായത് ഞാൻ എൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് എൻ്റെ വിലയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ക്രിസ്തുവിൻ്റെ കണ്ണിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് ആരാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ്. Also I will come to feel significant as I realize how God has helped me to have an eternal impact in this world. അതായത് ഈ ലോകത്ത് നിത്യമായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ദൈവം എന്നെ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എൻ്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ കടയിൽ പോയാൽ ഒരു പ്രൈസ് ടാഗ് കാണുമല്ലേ, എന്ത് സാധനം നോക്കിയാലും നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്രൈസ് ടാഗ് നോക്കും, ഇത് എത്ര വിലയുണ്ട്. അപ്പോൾ ഒരു സാധനത്തിൻ്റെ മൂല്യം കണക്കാക്കുന്നത് അതിൻ്റെ വില എത്ര കൊടുത്ത് വാങ്ങിയതാണ് എന്നുള്ളതിനെ കുറിച്ചാണ് അല്ലേ, അത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പം നമ്മുടെ വില എത്രയുണ്ട്? ഞാൻ ഇന്നൊരു കണക്ക് നോക്കി, ഒരു മനുഷ്യൻ ഒരു ശരീരം എൻ്റെ എൻ്റെ ശരീരത്തിൻ്റെ വെയിറ്റുള്ള ഒരാൾ 66 കിലോ ഉള്ള ഒരാളെ മരിച്ചതിന് ശേഷം ദഹിപ്പിച്ചാൽ 2.5 കിലോ ചാരം കിട്ടും. 3.5% ഓഫ് ദ ബോഡി വെയിറ്റ് വിൽ ബി ദ ആഷ്, എല്ലും കഷ്ണം എല്ലാം കൂടെ. ഓക്കെ. അതുപോലെ നമ്മൾ മണ്ണിലേക്ക് പോയാലോ മേ ബി 3 കിലോ 3.5 കിലോ മണ്ണായിത്തീരും. ഇത്രയേ ഉള്ളൂ നമ്മുടെ വില. അപ്പോൾ ലൗകികമായിട്ട് നമ്മൾ നോക്കിയാൽ ഇത്രയേ ഉള്ളൂ വില. 2.5 കിലോ 3 കിലോ മണ്ണ്, അതിനെന്ത് വില കൊടുക്കും? അപ്പോൾ ഇതാണ് നമ്മൾ ലൗകികമായിട്ട് എന്തെല്ലാം നേടിയാലും ബാക്കിയെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ പോകുമല്ലേ, ഇല്ലേ? അപ്പോൾ എന്ത് നേടിയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ യഥാർത്ഥത്തിലുള്ള നമ്മുടെ വില ഇതുപോലെ ആൾക്കാരിടുന്ന വിലയാകരുത്. നമ്മൾ സാധനത്തിന് നോക്കിയാൽ ആൾക്കാരിടുന്ന വിലയാണ് അല്ലേ, ഇല്ലേ? പക്ഷേ നമ്മുടെ വില എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. യേശു എന്ത് വില കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ മൂല്യം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ. 1 പത്രോസ് 1-ാമത്തെ അധ്യായം 18 മുതൽ 19 വരെയുള്ള വാക്യം. 1 പത്രോസ് 1-ാമത്തെ അധ്യായം 18-19. ഇവിടെ പറയുന്നത്, വ്യർത്ഥവും പരമ്പരാഗതവുമായ ജീവിതഗതിയിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന് മുതലായ നശ്വര വസ്തുക്കളാലല്ല, പിന്നെയോ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ എത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ എന്ത് വില കൊടുത്താണ് ദൈവം നമ്മളെ വാങ്ങിയിരിക്കുന്നത്? നിഷ്കളങ്കമായ രക്തം അല്ലേ? പൊന്നോ വെള്ളിയോ സ്വർണ്ണോ അല്ലെങ്കിൽ മറ്റുള്ള ലൗകികമായിട്ടുള്ള എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുത്തല്ല നമ്മളെ വാങ്ങിയിരിക്കുന്നത്. പകരം എന്താണ്? ഒരിക്കലും ആർക്കും വില കൽപ്പിക്കാൻ പറ്റാത്ത വില, അതായത് ദൈവത്തിൻ്റെ സ്വന്തം പുത്രൻ്റെ ജീവൻ. അതിനാർക്കെങ്കിലും വില കൽപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ആ വില കൊടുത്താണ് നമ്മളെ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര വിലപ്പെട്ടവരാണ്? നമുക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഒരു പ്രൈസ് ടാഗ് ഇടാൻ പറ്റുമോ? ഇല്ല. ആമേൻ. അപ്പോൾ പിന്നെ ഈ വില മനസ്സിലാക്കിയവരെന്ത് പറ്റും? എനിക്ക് മറ്റുള്ളവരെന്ത് വില കൽപ്പിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ദൈവം തന്ന വിലയേക്കാൾ കൂടുതൽ വില ആർക്കും നമുക്ക് തരാൻ സാധ്യമല്ല. പിന്നെ നമ്മൾ എന്തിനാണ് മറ്റുള്ളവർ എനിക്ക് എന്ത് വില കൽപ്പിക്കുന്നു എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? യേശു ഈ ചെയ്ത കാര്യത്തിന് നമുക്ക് നമ്മൾ വില കൽപ്പിക്കുന്നില്ല. ആമേൻ. യേശു പറഞ്ഞു എല്ലാം പൂർത്തിയായി അല്ലേ? അവൻ എല്ലാ വിലയും കൊടുത്തു, ഉള്ളതെല്ലാം കൊടുത്ത്, ഒന്നുപോലും തനിക്കായി വയ്ക്കാതെ ഉള്ളതെല്ലാം കൊടുത്ത് നമ്മളെ വാങ്ങി. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? ഇത് പോരാ. കർത്താവ്, നീ മരിച്ചതുകൊണ്ട്, നിൻ്റെ ജീവൻ തന്നുകൊണ്ട് എനിക്ക് വിലയായില്ല. എൻ്റെ ഭർത്താവ് എന്നെ ബഹുമാനിക്കണം, എൻ്റെ ഭാര്യ എന്നെ ബഹുമാനിക്കണം, എൻ്റെ അയൽക്കാരനെ ബഹുമാനിക്കണം, മറ്റുള്ളവരെന്നെ ബഹുമാനിക്കണം. അവരെനിക്ക് നല്ല വില തന്നാലേ ഞാൻ വിലയുള്ളവനാണെന്ന് ഞാൻ കണക്കാക്കൂ. ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കമ്മി ബഡ്ജറ്റിലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ മേൽ ബേർഡൻ ഇടും. നിങ്ങൾ എന്നെ ബഹുമാനിക്കണം, എനിക്ക് വേണ്ട ആദരവ് എനിക്ക് തരണം. എന്നിട്ട് നമ്മളിപ്പോൾ എന്ത് പറയും? ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ? ഇല്ലേ? ഇങ്ങനെ ആൾക്കാർ പറയുന്നത് കേൾക്കാറില്ലേ? ചിലപ്പോൾ നമ്മളും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ദൈവം തന്ന വില പോരാ, മറ്റുള്ളവരിൽ നിന്നുള്ള വില ഉണ്ടായാലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ എന്ത് ചെയ്തു? ഈ തൃപ്തി ഇല്ലാത്തതുകൊണ്ട് പലതരത്തിലുള്ള തെറ്റായ വഴിയിൽ നമ്മൾ ആൾക്കാർ പോകാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ. ഇതിൽ നമ്മൾ റോമർ 8-ാമത്തെ അധ്യായം 14 മുതൽ 17 വരെ നമ്മൾ രാവിലെ വായിച്ചതിൻ്റെ തുടക്കമുള്ള ഭാഗമാണ്. റോമർ 8-14 മുതൽ 17 വരെ. ഓക്കെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ എല്ലാവരും ദൈവമക്കളാകുന്നു. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, പുത്രത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ളത്. അതേ ആത്മാവിനാൽ നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നു.
അങ്ങനെ നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. Amen. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശികളും തന്നെ. നാം ക്രിസ്തുവിനോട് കൂടെ അവിടുത്തെ കഷ്ടതയിൽ പങ്കാളികളാകുന്നുവെങ്കിൽ അവിടുത്തെ മഹത്വത്തിൻ്റെയും പങ്കാളികളായി തീരും. Amen. Amen. So again the scripture is very clear that before coming to Christ we were slaves of sin. അതായത് വചനത്തിലൂടെ വളരെ വ്യക്തമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, നമ്മൾ ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ പാപത്തിൻ്റെ മക്കളായിരുന്നു എന്നുള്ളത്. Okay, ഒരു അടിമയ്ക്ക് എന്ത് വിലയുണ്ട്? ഇല്ലേ, ഒരു വിലയും ഇല്ലാത്ത നമ്മളെ, പാപത്തിൻ്റെ അടിമകളായിരുന്ന, ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്ന ആൾക്കാർക്ക് എന്ത് വില കൊടുത്താണ് ദൈവം വാങ്ങിയത്? നമ്മൾ വലിയ വിലയുണ്ടായിട്ടല്ല ദൈവം ഈ വില കൊടുത്ത് വാങ്ങിയത്. ആമേൻ. വിലപ്പെട്ടവരായിട്ടല്ല, ഏറ്റവും ദുഷ്ടന്മാരും നീചന്മാരുമായിരുന്നിട്ട് പോലും ദൈവം എന്ത് ചെയ്തു? ഇത്രയും വില, സ്വന്തം പുത്രൻ്റെ ജീവൻ കൊടുത്ത് നമ്മളെ വാങ്ങിയിരിക്കുന്നു. ആമേൻ. വാങ്ങിയിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്? അതുപോലെ പറഞ്ഞിരിക്കുന്നത് നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇതാരും ഉണ്ടാക്കി പറയുന്ന ഒരു കഥയല്ല. ചിലപ്പോൾ നമ്മൾ ആൾക്കാർ പറയാറില്ലേ, നീ നല്ലവനാ, നീ ദൈവത്തിൻ്റെ പുത്രനല്ലേ, ഇങ്ങനെ ഒരുവിധ ആൾക്കാരെ സന്തോഷിപ്പിക്കാനായിട്ട് പറയും. ഇങ്ങനെയുള്ളൊരു പറച്ചിലല്ല, കെട്ടുകഥയല്ല ഇത്. ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവ് തന്നെ അതിന് സാക്ഷ്യം വഹിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവ് കള്ളം പറയുമോ? ഇല്ല. പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം സത്യമാണ്. പരിശുദ്ധാത്മാവ് തന്നെ സാക്ഷ്യം വഹിക്കുന്നു, നിങ്ങൾ തീർച്ചയായും ദൈവത്തിൻ്റെ മക്കളാണ്. ആമേൻ. അപ്പോൾ മക്കളായതുകൊണ്ടോ 17-ാം വാക്യത്തിൽ പറയുന്നത് ആ മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ആമേൻ. ആമേൻ ബ്രദേഴ്സ്. അപ്പോൾ ഇതിലും വലിയ, ഇപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം നമ്മുടെ പൊസിഷൻ, നമ്മുടെ സ്ഥാനം എത്ര വലുതാണ്. ദൈവത്തിൻ്റെ മകൻ, അതും എത്ര, ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപുത്രൻ ആരാണ്? യേശു ക്രിസ്തു. അല്ലെ, യേശുവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇവനാകുന്നു എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം ടെസ്റ്റിഫൈ ചെയ്തു, അല്ലേ, ദൈവം സാക്ഷ്യപ്പെടുത്തി, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ എന്താണ്? യേശുവിൽ ഒരു കുറവുമില്ലാതെ എല്ലാ കാര്യത്തിലും ദൈവത്തെ പ്രസാദിപ്പിച്ചവൻ യേശുവാണ്. ആ പുത്രൻ്റെ എന്താ പറയുന്നത്, കൂട്ടവകാശിയാക്കി നമ്മളെ തീരുമാനിച്ചിരിക്കുകയാണ്, ദൈവം നിയമിച്ചിരിക്കുകയാണ്. ആമേൻ. സോ ദാറ്റ് മീൻസ് വാട്ട്? വി ആർ ബീങ് ട്രീറ്റഡ് ആസ് ഈക്വൽ ആസ് ജീസസ് ക്രൈസ്റ്റ്. നമ്മളെല്ലാവരെയും യേശുവിനെ പോലെ തന്നെ അവനെ കരുതിയിരിക്കുകയാണ് ദൈവം. ഇപ്പം ഇതിലും വലിയ സ്ഥാനം നമുക്ക് വേണോ? ഈ സ്ഥാനം മതിയോ? പലർക്കും പോരാ, കഞ്ഞി കിട്ടിയതിന് കുഴപ്പമാണ്. ഓക്കെ. സോ അപ്പോൾ ഇതിലും വലിയ സ്ഥാനം ആർക്കെങ്കിലും തരാൻ പറ്റുമോ? ഇല്ല. ഇതെത്രയോ മഹത്തരമായ, മാനം നിറഞ്ഞ, അല്ലേ, ഏറ്റവും വലിയ മാന്യമായ ഒരു സ്ഥാനമാണ്. എന്താണ്? ദൈവത്തിൻ്റെ മക്കളായി യേശുവിൻ്റെ കൂട്ട അവകാശികളായിരിക്കുന്നത്. ആമേൻ. അപ്പോൾ നമുക്ക് എത്രമാത്രം, അതുപോലെ സ്ഥാനം മാത്രമല്ല, നമുക്ക് എത്രയോ വലിയ വി ആർ ഓൾസോ ബീങ് ഗിവൺ ഈക്വൽ ഇൻഹെറിറ്റൻസ് വിത്ത് ജീസസ്. അതുപോലെ അവകാശവും നമുക്ക് യേശുവിനോടൊപ്പം തന്നെയുള്ള കൂട്ടവകാശവും നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ളത്. സോ isn't it enough for us to feel significant or important? ഇത് പോരെ, നമ്മുടെ ഓരോരുത്തരും വിലപ്പെട്ടവരാണ്, പ്രാധാന്യം അറിയിക്കുന്നവരാണെന്ന് ചിന്തിക്കുവാൻ ഇത്രയും പോരെ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. Also he says about before when we were slaves we lived in fear. അതായത് നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു, നമ്മൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നമ്മൾ വളരെ ഭയത്തിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. That time we were feeling how unimportant or insignificant we are. ആ സമയത്ത് ഞാൻ ഒരു പ്രാധാന്യം ഇല്ലാത്ത വ്യക്തിയാണ് നമ്മൾ ചിന്തിച്ചിരിക്കുകയും ചെയ്തു. Once we come to Christ we are different, we are valuable, we are very precious. പക്ഷേ ക്രിസ്തുവിൽ വന്നപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും വിലയുള്ളവരും വിലപ്പെട്ടവരുമായി മാറിയിരിക്കുകയാണ്. And this position in the world we try to earn positions by doing things. അതായത് നമ്മളിന്ന് ലോകത്തിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത്, പ്രവൃത്തികൾ ചെയ്ത് നമ്മൾ പ്രാധാന്യം അർഹിക്കുന്നവരായിട്ട് മാറുവാനായിട്ട് നമ്മൾ ശ്രമിക്കും. ധാരാളം പഠിച്ച് നമ്മൾ ഡിഗ്രി ഉണ്ടാക്കും, കഷ്ടപ്പെട്ട് ജോലി ചെയ്ത്, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് നമ്മൾ സ്ഥാനമാനങ്ങൾ ഉയർത്തിയെടുക്കാനായിട്ട് നോക്കും, അല്ലേ, കഷ്ടപ്പെട്ട് സമ്പാദിച്ച് പണം ഉണ്ടാക്കും. അപ്പോൾ എല്ലാം നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നതാണ്. പക്ഷേ ഈ സ്ഥാനം യേശുവിൻ്റെ കൂട്ട അവകാശിയാകാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. എന്തെങ്കിലും ചെയ്യണോ? വേണ്ട. എന്തെങ്കിലും ചെയ്യണോ? ഇല്ല. നമ്മളൊന്നും ചെയ്യേണ്ട. ഒരേ ഒരു കാര്യം, യേശു പൂർത്തിയാക്കിയ വേലയിൽ വിശ്വസിച്ചാൽ മാത്രമേ. യേശു എന്താ പറഞ്ഞത്? എല്ലാം പൂർത്തിയായി, അവൻ്റെ വേല പൂർത്തിയായി. ആ പൂർത്തിയാക്കിയ യേശുവിൻ്റെ വേലയിൽ, ആ യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി നമുക്കിതെല്ലാം ലഭിക്കും. അപ്പോൾ നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല നമ്മളിത് നേടുന്നത്. ആമേൻ. ഇത്രയും വലിയൊരു സ്ഥാനം നമുക്ക് ഒന്നും ചെയ്യാതെ ദൈവം ദാനമായിട്ട് നൽകുകയാണ്. ആമേൻ. വാട്ട് എ ബ്ലെസ്സിങ് ഇസ് ദാറ്റ്. സോ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, do you really consider that this is the best thing that has happened to you?
അതായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം ഇതാണെന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നില്ലേ? നമ്മൾക്ക് എല്ലാം പലപ്പോഴും നമ്മൾ ഈ ലോകത്ത് വളരുമ്പോൾ നമ്മൾ ഓർക്കും നമ്മുടെ അപ്പനും അമ്മയും നമുക്ക് എന്ത് അവകാശമാണ് തരാൻ പോകുന്നത്, അല്ലേ? പലർക്കും ഒരു അവകാശം കിട്ടിയിട്ടില്ല, അല്ലെ? കിട്ടിയെങ്കിൽ തന്നെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അത് നമ്മൾ ഓൾറെഡി തീർത്തും കാണും, ഇല്ലേ? അപ്പോൾ പലപ്പോഴും നമുക്ക് അങ്ങനെ ആ അവകാശം നമ്മുടെ പിതാവിൽ നിന്നല്ലേ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന അവകാശം നോക്കി നമ്മൾ പലപ്പോഴും അളന്നുകൊണ്ടിരിക്കുക നമ്മൾ എത്ര വലിയവനാണ്. പക്ഷേ ഇവിടെ നോക്കിയാലോ, ദൈവം നമുക്ക് തരുന്ന അവകാശം എത്രയോ വലുതായിരിക്കും. അത് ഈ ലോകത്തിലുള്ളതല്ല, ഒരിക്കലും നശിക്കാത്ത നശ്വരമായ അവകാശം. നമുക്ക് ഒരിക്കലും വിവരിച്ചാൽ മനസ്സിലാക്കാത്തതുകൊണ്ട് ദൈവം അത് പറയുന്നുമില്ല. എനിക്കറിയത്തില്ല എന്താണ് ഈ അവകാശം എന്ന് പറഞ്ഞത്. ആമേൻ. അപ്പോൾ അത്രയും മഹത്തരമായ ഒരു അവകാശം, നിത്യമായ ഒരു അവകാശം നമുക്ക് ദൈവം ഓൾറെഡി നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. ആ വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മളെന്താവും, നമ്മൾ എല്ലാവരേക്കാളും ഈ ലോകത്തുള്ള സകല മനുഷ്യരെക്കാളും ഉന്നതനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ആരുടെയും ബഹുമാനവും മാനവും ഒന്നും നമുക്ക് വേണ്ട, അല്ലേ? നമുക്ക് മറ്റുള്ളവർ പകരം എന്ത് ചെയ്യും, ഇത്രയും നമ്മൾ ഉന്നതനായ നിലയിൽ എന്ത് ചെയ്യും, നമ്മൾ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കാൻ തയ്യാറാകുന്നവരാകും. ആമേൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ യേശുവിനെ നോക്കിക്കഴിഞ്ഞാൽ യേശു ഒരിക്കലും എന്നെ എത്ര ബഹുമാനിക്കുന്നു എന്ന് നോക്കി ഒരിക്കലും വന്നില്ല. പകരം എപ്പോഴും യേശുവിന് അറിയാമായിരുന്നു, മൈ ഫാദർ ഈസ് ഓൾവേസ് വിത്ത് മീ. അതായത് എൻ്റെ പിതാവ് എന്നോടൊപ്പം എപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു ചിന്തയാണ്. ഹി വാസ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് അബൌട്ട് ഗോഡ്സ് ലവ് ആൻഡ് ദ പൊസിഷൻ ദാറ്റ് ഫാദർ ഹാസ് ഗിവൺ. യേശു ആണെങ്കിലും തനിക്ക് നൽകിയിട്ടുള്ള സ്ഥാനവും അതുപോലെ തന്നെ യേശുവിന് നൽകിയിട്ടുള്ള സ്നേഹത്തിൽ എപ്പോഴും തൃപ്തനായിരുന്നു യേശു. ആമേൻ. ആമേൻ ബ്രദേഴ്സ്. So when we are secure in that position, we are in a surplus account of significance. We can make others feel important. അതായത് നമ്മൾ ആ സമയത്ത് നമ്മൾ അതിൽ തൃപ്തരാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കുവാനും നമ്മൾ പ്രാധാന്യം അറിയിക്കുന്നവരാണെന്ന് മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കും. Amen. Amen, brothers. So at the same time, when we are so satisfied with the significance that God has given us, we are not worried about how others treat us. അതായത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രാധാന്യവും വിലയിലും നമ്മൾ തൃപ്തരാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർ നമ്മൾ എങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നെന്നോ നമ്മളെക്കുറിച്ച് എങ്ങനെ കരുതുന്നുള്ള കാര്യത്തിൽ നമ്മൾ യാതൊരു രീതിയിൽ നമ്മൾ ആകുലപ്പെടുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് വിചാരിച്ച് അത് കണക്കാക്കി നിങ്ങളുടെ സന്തോഷവും തൃപ്തിയും ഏറ്റക്കുറച്ചിലുണ്ടാകുന്നുണ്ടോ? നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ ചിലപ്പം നമ്മൾ പോകുന്ന വഴിക്ക് വേറൊരാൾ ചാടിയെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ദേഷ്യം, നീ ആരാണെന്നറിയാവോ, നീ എന്താ ഇങ്ങനെ ചെയ്യാൻ, ഈ രീതിയിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ ട്രിഗർ ആകുന്നുണ്ടെങ്കിൽ, എവിടെയും നമ്മൾ അങ്ങനെ ട്രിഗർ ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ദൈവം തന്ന മാനത്തിന് നമുക്ക് ഒരു വിലയും ഇല്ല. ആമേൻ. സോ ആ രീതിയിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ പകരം എന്ത് ചെയ്യണം? യേശു എങ്ങനെ ജീവിച്ചാൽ മറ്റുള്ളവരെ എപ്പോഴും യേശു ലോകത്തിൻ്റെ സൃഷ്ടാവായിരുന്നിട്ട് കൂടെ മനുഷ്യരുടെ സേവകനായിട്ട് ജീവിച്ചു. ആമേൻ. ജീസസ് came down and he became a servant of all mankind. And യേശു മറ്റുള്ളവരുടെ ശിഷ്യന്മാരുടെ കാലുകൾ പോലും കഴുകാൻ തയ്യാറാണ്. അതിലും വലിയ കാര്യമാണ് അവസാനം കുരിശിൽ ചെയ്തത്. എന്താണ്? നമ്മുടെ ഏറ്റവും മലിനമായ പാപങ്ങൾ സ്വയം ചുമന്ന് നമുക്ക് വേണ്ടി ആ ബലി കൊടുത്തു. ആമേൻ. അതിലും താഴ്ന്ന സ്ഥാനം ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? ഇല്ല. അത്രയും. പക്ഷെ അത് എനിക്കിത് വന്നുപോയല്ലോ എന്നുള്ള രീതിയിലല്ല ചെയ്തത്. താല്പര്യത്തോടെ സന്തോഷത്തോടെ അത് ചെയ്തു. എന്താണ്? നമുക്ക് അതുവഴിയായിട്ട് ബെനിഫിറ്റ് ഉണ്ടാവട്ടെ, നന്മ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട്. ആമേൻ ബ്രദേഴ്സ്. That's why even Philippians says, consider others better than yourself. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെക്കാളും മേന്മയുള്ളവരായിട്ട് മറ്റുള്ളവരെ കരുതുക എന്ന് പറയാൻ കാര്യം. ആമേൻ. മത്തായി 4:9 മുതൽ 10 വരെ കൂടെ വായിക്കാം. അപ്പോൾ യേശുവിനാണെങ്കിലും സാത്താൻ പ്രലോഭിപ്പിച്ച സമയത്ത് ഈ ലോകത്തുള്ള സകല കാര്യങ്ങളും കാട്ടിക്കൊടുത്തു. അങ്ങ് എന്നെ താണു വീണ് നമസ്കരിച്ചാൽ ഇവയെല്ലാം ഞാൻ അങ്ങേക്ക് തരാം, അവൻ പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടു പോകൂ, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ച് അവിടുത്തെ മാത്രമേ സേവിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അദ്ദേഹത്തെ വിട്ടുപോയി. ദൂതന്മാർ വന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. അപ്പോൾ ഇപ്പോൾ നോക്കുക, സാത്താൻ ഏത് രീതിയിലാണ് യേശുവിനെ പ്രലോഭിപ്പിച്ചത്? He came and showed the splendor of the whole world and said, I can give all these things to you. അതായത് എൻ്റെ മുമ്പിൽ താണു വണങ്ങിയാൽ നിനക്ക് ഈ കാണുന്ന എല്ലാം നിനക്ക് ഞാൻ അടിയറ വെച്ച് തരാമെന്നാണ് സാത്താൻ പറഞ്ഞത്. ഈ ലോകത്തിന്റെ മുഴുവൻ അധിപതിയാക്കി ഞാൻ നിന്നെ മാറ്റാം എന്ന് പറഞ്ഞപ്പോൾ യേശു വീണുപോയോ? യേശു ആ സാത്താനെ ശകാരിച്ച് പറഞ്ഞു വെച്ചു. കാരണം എന്താണ്? യേശുവിനറിയായിരുന്നു ഇതെല്ലാം നശ്വരമായതാണ്, ഇതെല്ലാം സൃഷ്ടിച്ചത് ഞാനാണ്, ഇതെല്ലാം നശ്വരമാണ്.
പക്ഷേ അനശ്വരമായതിൻ്റെ ഉടമയാണ് ഞാൻ. അപ്പോൾ ഓൾറെഡി ഉള്ളതിനെക്കുറിച്ച് യേശുവിന് അറിവുണ്ടായിരുന്നുകൊണ്ട് എന്ത് പറ്റി? അതിലും ചെറുത് എന്തു കാട്ടിയാലും യേശു അതിനെ തിരസ്കരിച്ചു. പക്ഷെ നമ്മളോ? അനശ്വരമായി നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്, പക്ഷെ നമുക്കത് തൃപ്തിയില്ല. നമ്മളെപ്പോഴും ആലോചിക്കുന്നത് എന്താണ്? ഈ ലോകത്തിൽ ഇത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ സ്ഥാനം, കുറച്ചുകൂടെ മാനം, കുറച്ചുകൂടെ പണം, കുറച്ചുകൂടെ ഇതെല്ലാം കിട്ടിക്കൊണ്ട് എത്ര കിട്ടിയാലും നമുക്ക് മതിയാവുന്നുണ്ടോ? ഇല്ല. കാരണം അതാ. അപ്പോൾ ഈ പ്രലോഭനം യേശുവിന് മാത്രമല്ല, നമ്മളെല്ലാവരെയും സാത്താൻ പ്രലോഭിപ്പിക്കുന്നതാണ്. പക്ഷേ ദൈവം തന്ന സ്ഥാനത്തിനും മാനത്തിനും നമുക്ക് തൃപ്തി ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ എന്ത് ലഭിച്ചാലും നമ്മൾ അതിനെ വെറും ഒരു ഗാർബേജായിട്ട് കണക്കാക്കും. ആമേൻ. അതിന് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കത്തില്ല. ആമേൻ. So that's why Paul said it, I consider all these things as garbage compared to gaining Christ. അതായത് ക്രിസ്തു എനിക്ക് നേടിക്കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാം ഞാൻ നേടിയത് ചവറ് എന്ന് ഞാൻ എണ്ണുന്നാണ് പൗലോസ് പറഞ്ഞത്. ആമേൻ. സോ ഒരു കാര്യം കൂടെ നോക്കാം. 1 തിമോത്തി 6-ാമത്തെ അധ്യായം 6 മുതൽ 10 വരെയുള്ള. അവിടെ പറയുന്നുണ്ട്, എന്നാൽ സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലിയ ആദായം തന്നെ. ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് നമുക്ക് ഒന്നും കൊണ്ടുപോകാനും കഴിയുന്നതല്ല. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനികരാകുവാൻ ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും കുടുങ്ങി തകർച്ചയിലും നാശത്തിലും മനുഷ്യരെ മുക്കിക്കളയുന്ന ബുദ്ധിഹീനവും ദോഷകരവുമായ മോഹങ്ങളിൽ വീണുപോകുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങളുടെയും വേരാണ്. ചിലർ ദ്രവ്യം മോഹിച്ചിട്ട് വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിപ്പോവുകയും ദാരുണ വേദനകൾക്ക് അധീനരാകുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. Amen. So these are very valuable words of wisdom. ഇത് തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം വിലപ്പെട്ട വചനങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ സംതൃപ്തിയോട് കൂടിയ ദൈവഭക്തി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സംതൃപ്തി ഇല്ലാത്ത ദൈവഭക്തി ഉണ്ട്, അല്ലേ? പല ആൾക്കാരും ദൈവഭക്തി എന്ന് പറയുന്നത് സംതൃപ്തി ഇല്ലാതെയാണ്. അങ്ങനെയുള്ള ദൈവഭക്തിക്ക് ഒരു വിലയുമില്ല. നേരെ തിരിച്ച് സംതൃപ്തിയോടെയുള്ള ദൈവഭക്തിക്ക് വലിയ വിലയുണ്ട്. Amen, brothers and sisters. So today ask yourself, are you content? നമ്മൾ ചോദിച്ചു നോക്കാൻ, നമ്മൾ തൃപ്തിയുള്ളവരാണോ എന്നാണ് നമ്മളോട് ചോദിക്കേണ്ടത്. God is our Father. ദൈവം നമ്മുടെ പിതാവാണ്. God, because He is such a loving Father, He knows what we need and He has promised us He will provide us what we need. അതായത് ദൈവം സ്നേഹമുള്ള പിതാവായിരിക്കാൽ ദൈവത്തിന് അറിയാം നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളതും നമുക്ക് വേണ്ടുന്നതെല്ലാം ദൈവം നൽകുകയും ചെയ്യുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. But again it depends on what God chooses to give. പക്ഷേ അത് ദൈവം തിരഞ്ഞെടുക്കുന്നതിനെ അപേക്ഷിച്ചിരിക്കും അത് നമുക്ക് എന്ത് തരണം എന്നുള്ളത്. And when God chooses to give us something, whatever He gives us, we are called to be content. അതെ, ആ സമയത്ത് നമുക്ക് ദൈവം നൽകുന്നതിൽ വെച്ചിട്ട് നമ്മളെല്ലാവരും തൃപ്തരായിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. But if we are not content with what God has given, then we try to make our own way. അതായത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നമ്മൾ തൃപ്തരല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള വഴിയിൽ ചിലതെല്ലാം കണ്ടെത്തുവാനും വെട്ടിപ്പിടിക്കുവാനും ഒക്കെ നമ്മൾ ശ്രമിക്കും. And that's why they are called pagans. അതുകൊണ്ടാണ് അവരെ എന്താണ് വിജാതീയരെന്ന് വിളിക്കുന്നത്. They will run after all these things, as Jesus said in Matthew 6. അവരെല്ലാം മത്തായി 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവരെല്ലാം അതിന്റെ പിന്നാലെ ഓടും എന്നാണ് പറയുന്നത്. Amen. So we are also running after these things of this world to make us feel good, feel important. Then we are equal to the pagans. അതായത് നമ്മളും ഈ പറയുന്ന ലോകത്തിലുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലോകത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അതിന്റെ പിന്നാലെ നമ്മൾ ഓടുകയാണെങ്കിൽ നമ്മളും വിജാതിയിൽ നിന്ന് വ്യത്യസ്തരല്ല. And here it says that when you run after these things, you may pierce yourself with many griefs. ഇവിടെ തന്നെ പറയുന്നുണ്ട്, ദ്രവ്യാഗ്രഹം സകല ദോഷങ്ങളുടെ വേരാണ്. അതുകൊണ്ട് ദ്രവ്യം മോഹിച്ചിട്ട് പോവുകയാണെങ്കിൽ അവർ ദാരുണ വേദനകൾക്ക് അധീനരാകുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. Amen. So ഒരു രീതിയിൽ ആൾക്കാർ സ്വന്തം മാനവും മഹത്വവും ഉയർത്താൻ വേണ്ടി നോക്കുന്നത് ലൗകികമായ നേട്ടങ്ങളിൽ കൂടെയാണ്. പണം, പ്രതാപം, പേര്, പെരുമ ഇതെല്ലാം നേടിയിട്ട് ഞാൻ മറ്റുള്ളവരെക്കാൾ വലിയവനാണ് എന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു വില ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ യഥാർത്ഥ ക്രിസ്ത്യാനിക്കോ ക്രിസ്തു തന്ന വില, യേശു എനിക്ക് നൽകിയ വില, ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള സ്ഥാനം, യേശുവിൻ്റെ കൂട്ടവകാശി ധാരാളം മതി. അപ്പോൾ എന്താ പറ്റും? നമ്മൾ കണ്ടന്റ്, നമ്മൾ തൃപ്തിയുള്ളവരായിത്തീരും. ആമേൻ. അപ്പോൾ നമുക്ക് ആ തൃപ്തിയുള്ളപ്പോൾ എന്ത് പറ്റും? നമുക്ക് തന്നതിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാനും സാധിക്കും. ആമേൻ. അതൊരു കാര്യം. വേറൊരു കാര്യം, രീതിയിൽ ആൾക്കാർ തങ്ങളുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഉണ്ടാക്കാൻ നോക്കുന്നത് മനുഷ്യരുടെ അപ്രൂവലിൽ നിന്നാണ്. ഫ്രം ദ അപ്രൂവൽ ഓഫ് മെൻ. വി വാണ്ട് പ്രൈസസ് ആൻഡ് അപ്രീഷിയേഷൻ ആൻഡ് ഫ്രം ദ പീപ്പിൾ.
അതുപോലെ മറ്റുള്ളവർ കൂടുതൽ പ്രാധാന്യം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത് മറ്റുള്ളവർ അവരെ കുറിച്ചിട്ട് അനുമോദിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് അവരുടെ പ്രാധാന്യം കണ്ടെത്തുന്നത്. ഗലാത്യർ 1 പൗലോസ് പറയുന്നു, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ, ഇന്നും ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല. ഇറ്റ്സ് എ വെരി വെരി കൺവിക്റ്റിംഗ് സ്ക്രിപ്ചർ. ഇത് വളരെയധികം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വചനമാണ്. ആമേൻ. ഇപ്പോൾ പൗലോസിനെ സംബന്ധിച്ചോളം വളരെ ക്ലിയർ ആയിരുന്നു. ഇപ്പോൾ ഈ ഗലാത്യരുടെ പുസ്തകം എഴുതുന്ന സമയത്ത് എന്താ കാര്യം, ഈ പൗലോസ് പ്രസംഗിച്ച ഈ സുവിശേഷം, അതായത് യേശുവിൽ വിശ്വസിച്ചാൽ വിശ്വാസത്താൽ നമ്മൾ രക്ഷ പ്രാപിക്കും എന്നുള്ള ആ സുവിശേഷം മാറ്റിയിട്ട് അവർ വേറെ ആൾക്കാർ വന്നിട്ട് നിങ്ങൾ പരിച്ഛേദനം ചെയ്യണം, പഴയ നിയമപ്രകാരം നിൽക്കണം, ജീവിച്ചാലേ നിങ്ങൾ രക്ഷിക്കപ്പെടുള്ളൂ, അങ്ങനെ ഒരു തെറ്റായ സുവിശേഷം പ്രചരിപ്പിക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ പൗലോസിനെയും അതുപോലെ യഥാർത്ഥത്തിലുള്ള സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് എതിരായി തരുന്ന ആൾക്കാർ, അവരെല്ലാം വിലയില്ലാത്തവരെന്ന് തള്ളിക്കളഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. ആ സമയത്താണ് പൗലോസ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ പൗലോസ് അവർ പറയുന്ന അവരുടെ കൂടെ കൂടിയാൽ ഇങ്ങേർക്കും നല്ല വില കിട്ടും. പക്ഷെ പൗലോസ് പറയാണ്, എന്താ പറയുക, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കാൻ സാധ്യമല്ല. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക, എത്ര രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? മനുഷ്യരുടെ പ്രീതി അല്ലെങ്കിൽ മനുഷ്യരുടെ പ്രശംസയ്ക്കായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പ്രശംസ കിട്ടിയാലേ നമുക്ക് തൃപ്തിയാകൂ എന്ന് നമ്മൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ മനുഷ്യരെ പ്രശംസിക്കാതിരിക്കുമ്പോൾ നമുക്ക് തൃപ്തി കുറവുണ്ടായിട്ട് നമുക്ക് അവരോട് ദേഷ്യമോ വെറുപ്പോ കോപമോ അല്ലെങ്കിൽ അസൂയോ ഉണ്ടാവുന്നുണ്ടോ? എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആരും യേശുവിൻ്റെ ദാസനായിരിക്കില്ല. Amen. So Paul was very clear about it. So I pray, brothers and sisters, that we will be content with the position that God has given us, that we will not be seeking praises from men. അതായത് നമ്മളൊരു കാര്യം സഹോദരന്മാരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്ഥാനമാനങ്ങളിൽ നമ്മൾ തൃപ്തിയുള്ളവരായിരിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ഉപരിയായിട്ടുള്ള സ്ഥാനമാനങ്ങൾ അന്വേഷിച്ച് നമ്മൾ പോകും. Another important thing is, what are we, God paid this price for us, purchased us, saved us. Why did he save us? എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ ഈ പറയുന്ന വില, വലിയ മഹത്തായിട്ടുള്ള വില, യേശുവിൻ്റെ വില കൊടുത്തിട്ട് നമ്മളെ നേടിയത് എന്തുകൊണ്ടാണ്? Significance also means what role we have to play. അതായത് ആ പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് എന്ത് പങ്കാണ് നമുക്ക് അവിടെ കളിക്കാനുള്ളത് അല്ലെങ്കിൽ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചും അവിടെ പ്രാധാന്യമുണ്ട്. God has given a role. ദൈവം നമുക്കൊരു പങ്ക് നമുക്ക് നൽകിയിട്ടുണ്ട്. That role is much more greater than anything else. അത് എല്ലാറ്റിനേക്കാളും ഉയർന്ന ഒരു പങ്ക് തന്നെയാണ്. എഫേസ്യർ 2:8-10 വാക്യത്തിൽ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. Amen, brothers. So scripture is very clear, we are not saved by our works. നമ്മുടേതായിട്ടുള്ള പ്രവൃത്തികളോ നമ്മുടേതായിട്ടുള്ള വില കൊണ്ടോ ഒന്നുമല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. Saved by grace. നമ്മുടെ രക്ഷിക്കപ്പെട്ടിരുന്നത് കൃപയാൽ അത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. Amen. And then it says very important thing, that we are the handiwork of God. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ദൈവത്തിന്റെ കൈപ്പണിയാണ് എന്ന് പറയുന്നുണ്ട്. മുമ്പേ ബീനാനിൽ ഷെയർ ചെയ്തത് സങ്കീർത്തനം 139 പറഞ്ഞിരിക്കുന്നത്, നീയല്ലോ എൻ്റെ അന്തരംഗത്തെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. So we are not produced in some factory. We are each one of us is a handiwork of God. That means God himself with his own fingers made us. നമ്മളെല്ലാവരും ഒരു ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കേണ്ട വസ്തുക്കളല്ല, ദൈവത്തിന്റെ കൈപ്പണിയാൽ നമ്മളെല്ലാം ഉരുവാക്കപ്പെട്ടവരാണെന്നുള്ള കാര്യം മറക്കരുത്. അല്ലേ? അപ്പോൾ എത്ര വിലപ്പെട്ടവരാണ് നമ്മൾ. ദൈവം, സൃഷ്ടാവായ സകലത്തിൻ്റെ ഉടയവനായ ദൈവം തൻ്റെ കൈപ്പണിയാണ് നമ്മൾ ഓരോരുത്തരും. Amen. Amen, brothers. അപ്പോൾ ദൈവം മിസ്റ്റേക്ക് ഉണ്ടാക്കുമോ? എന്നിട്ട് നമ്മൾ നോക്കിയിട്ടെന്ന് പറയും, എൻ്റെ മൂക്ക് ഇച്ചിരൂടെ നീണ്ടാ നന്നായിരുന്നു, എൻ്റെ കളർ ഇച്ചിരൂടെ കറുത്താൻ നന്നായിരുന്നു. വെളുത്തവർ പറയും എനിക്ക് ഇച്ചിരൂടെ കറുത്താൻ നന്നായിരുന്നു. കറുത്തവർ പറയും എനിക്ക് ഇച്ചിരി വെളുത്താൻ നന്നായിരുന്നു. പൊക്കം കുറവുള്ളവർ പറയും എനിക്ക് പൊക്കം ഉണ്ടായാൽ നല്ലതായിരുന്നു. പൊക്കം ഉള്ളവർ പറയും എനിക്ക് എന്തിനാ ഇത്രയും പൊക്കം തന്നിരിക്കുന്നു. എന്ത് കിട്ടിയാലും നമുക്ക് തൃപ്തിയില്ല, പരാതിയാവും, അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് മാറ്റാനായിട്ട് നോക്കും, അല്ലേ? കറുത്തവർ വെളുപ്പിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്തതെല്ലാം തേച്ച് ക്യാൻസർ കൂടെ കൊണ്ടുവരും, ഇല്ലേ? എന്തെല്ലാം പ്രശ്നങ്ങളാണ് ആൾക്കാരുണ്ടാക്കുന്നത്, ഇല്ലേ? സോ
you see, it's all because of we have a desire to make us feel important, to be loved by others, to be appreciated by others, to be liked by others. നമ്മളെല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു ആവശ്യമുണ്ട്. നമ്മളെല്ലാവരും വിചാരിക്കുകയാണ് മറ്റുള്ളവർ എന്നെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നതുപോലെ ആയി തീരണമെന്ന് നമ്മൾ തന്നെ വിചാരിക്കുകയാണ്. We don't need any of these things. God, we are handiwork. We are like masterpiece of God, special creation of God. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് നമ്മളെല്ലാവരും ദൈവത്തിന്റെ പ്രത്യേക സൃഷ്ടികളാണ് എന്നാണ്, ദൈവത്തിന്റെ പ്രത്യേക കൈപ്പണിയാണെന്നാണ് പറയുന്നത്. നമ്മൾ അറിയാമല്ലേ, നമുക്കറിയാം ചില ആർട്ട് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ, വലിയ ആർട്ടിസ്റ്റുകളൊക്കെ. പേര് കേട്ട ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു പടം കണ്ടാൽ നമുക്ക് വിചാരിക്കും ഇത് എന്ത് ഇല്ലേ, നമുക്കതിന് അത് മനസ്സിലാക്കാൻ പോലും പറ്റിയെന്ന് വരില്ല. ഇത് നമ്മൾ ആരാണ്ട് കൊച്ചു പിള്ളേർ നഴ്സറിയിൽ വരച്ചാണോ നമുക്കൊരു സംശയം തോന്നും, ഇല്ല ആരെങ്കിലും കളറെടുത്ത് എറിഞ്ഞാണോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് വിൽക്കുന്നത് എങ്ങനെയാണ്? ലക്ഷങ്ങൾ ഇല്ലേ, കോടികൾ കൊടുത്താലും കിട്ടത്തില്ല. കാരണം എന്താണ്? വില ഉണ്ടാകാൻ കാര്യം എന്താണ്? ആര് വരച്ചു എന്നുള്ളതനുസരിച്ച്, ആരുടെ സൃഷ്ടിയാണ് എന്നുള്ളത്. Amen, brothers? So your value is not based on your color and height and other things. Your value is based on who made you. അതായത് നിങ്ങളുടെ വില നിശ്ചയിക്കുന്നത് നിങ്ങളുടെ നിറമോ നിങ്ങളുടെ പൊക്കമോ നിങ്ങളുടെ മറ്റുള്ള സ്വഭാവ സവിശേഷങ്ങളോ ഒന്നും അല്ല, ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് നിങ്ങളുടെ പ്രാധാന്യം നിശ്ചയിക്കുന്നത്. We are the handiwork of God. We are masterpiece of God. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ പ്രത്യേക കൈവേല സൃഷ്ടികളാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. Because of that we are very important. അതുകൊണ്ട് നമ്മൾ എല്ലാവരും വളരെ പ്രാധാന്യം അറിയിക്കുന്നവരാണ്. And now why did God make us? എന്തുകൊണ്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചു? And here it says that to do good works that God himself has prepared for advance. അതായത് ദൈവം നിങ്ങൾക്ക് മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന നന്മ പ്രവൃത്തികൾ ചെയ്ത് നിങ്ങൾ സൽപ്രവൃത്തികൾ തികഞ്ഞവരാകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. Amen. So നമ്മൾ പലപ്പോഴും ചില ആൾക്കാർ കേൾക്കാറില്ലേ, എന്നെ പ്രധാനമന്ത്രി വിളിച്ച് ഇത് ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിളിച്ച് ഇത് ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ മാനേജർ വിളിച്ച് ഇത് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ എന്ത് പ്രവൃത്തിയാണെങ്കിലും ആര് നമുക്കത് അവകാശപ്പെടുത്തി ചെയ്യാൻ ആര് പറഞ്ഞോ, അത് വലിയ ആൾക്കാരാണ് പറയുന്നതെങ്കിൽ ചെറിയ പ്രവൃത്തിയാണെങ്കിലും നമുക്കതിന് വലിയൊരു മഹത്വം കാണും, അല്ലേ? Amen, brothers? So here it says, the creator of God, creator of this universe, God himself has prepared in advance the good works that you are supposed to do. അതൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ ലോക സൃഷ്ടിയുടേതായിട്ടുള്ള ഉപജ്ഞാതാവായ ദൈവം തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള നന്മ പ്രവൃത്തികൾ മുൻകൂട്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. So we are saved to serve. അതായത് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ സേവനം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. But that service is also planned by God. അതും ദൈവം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചവയാണ് ആ നല്ല പ്രവൃത്തികൾ. Now will God assign us something that is insignificant? അതായത് ദൈവം പ്രാധാന്യമില്ലാത്ത ഏതെങ്കിലും കാര്യം നമ്മളെ ഏൽപ്പിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? If God assigns us something to do, that will be very significant. ദൈവം നമ്മളെ ഏതെങ്കിലും കാര്യം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. Two things you should remember. One is that will be significant. Secondly, he will also empower us to do it well. രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. അത് പ്രാധാന്യമുള്ള കാര്യമാണെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് അതിനുവേണ്ടി നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതിനുള്ള കഴിവും ശക്തിയും എല്ലാം ദൈവം മുൻകൂട്ടി നമുക്ക് നൽകിയിട്ടുണ്ട്. റോമർ 12-ാമത്തെ അധ്യായത്തിൽ 6 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ പറയുന്നത്, ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവൻ എങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിക്കുന്നവൻ എങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. Amen. So here it says, how Holy Spirit has given us different gifts. അതായത് ഇവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് എങ്ങനെയാണ് പല വരങ്ങൾ നൽകിയിരിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. All of us, when we get baptized, we receive the gift of Holy Spirit. നമ്മളെല്ലാവരും നമ്മൾ സ്നാനപ്പെടുമ്പോൾ ഈ പറയുന്ന പലതരത്തിലുള്ള വരങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടാവും. Amen. And when God has given us the Holy Spirit, he has also given us different gifts for us to serve. അതായത് ദൈവം നമ്മളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സ്നാനം എടുക്കുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിലൂടെ ഈ പറയുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. Amen. Amen, brothers. So there is not a single Christian who doesn't have the gift of the Holy Spirit. അതായത് ദൈവത്തിൽ നിന്നും ലഭിക്കാതിരിക്കുന്ന വരമില്ലാത്ത ഒരു ശിഷ്യനും അവിടെ ഉണ്ടാവത്തില്ല. We don't have all these gifts. നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഈ പറയുന്ന എല്ലാ വരദാനങ്ങളും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. ഒരാൾക്കും ഇല്ല, പക്ഷേ ഇല്ലാത്തവരാരുമില്ല. Amen, brothers. And who chooses to give what gift?
It's His choice. ആരാണ് നമുക്ക് എന്ത് തരണമെന്ന് തീരുമാനിച്ചത്? അത് ദൈവത്തിൻ്റെതായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ്. And He has planned it in advance. അതുപോലെ തന്നെ എല്ലാം മുൻകൂട്ടി So നിശ്ചയിച്ചിട്ടുണ്ട്. ask yourself, brothers and sisters, you need to take time. All of us need to take time to identify what gift of the Spirit that you have received. അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കണം, അതിനുവേണ്ടി നമ്മൾ സമയമെടുത്ത് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ഏത് തരത്തിലുള്ള വരദാനമാണ് ദൈവം എനിക്ക് പരിശുദ്ധാത്മാവിലൂടെ നൽകിയിരിക്കുന്നത് എന്ന് ഓർക്കണം. And whatever gift that God has given you, it is not for your benefit. It is to serve others. And when you do that, you are actually filled with joy, peace and satisfaction. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വരദാനം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷവും സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരിക. Amen, brothers and sisters. So we are very significant. അതുകൊണ്ട് സഹോദരന്മാരെ നമ്മളെല്ലാവരും പ്രാധാന്യമുള്ളവരാണ്. Not because of what we do. നമ്മൾ ചെയ്യുന്നത് കൊണ്ടല്ല നമ്മൾ പ്രാധാന്യമുള്ളവർ. Amen. Because of His choice. പക്ഷേ അവന്റെ തിരഞ്ഞെടുപ്പ് കൊണ്ടാണ് നമ്മളെല്ലാവരും പ്രാധാന്യമുള്ളവരായിട്ട് മാറിയത്. Amen. So we learn that we are chosen. We are chosen to be adopted as the children of God. അതെ, നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, ദൈവത്തിന്റെ മക്കളായിട്ട് നമ്മളെ ദത്തെടുക്കാൻ വേണ്ടി നമ്മളെ We are തിരഞ്ഞെടുത്തിരിക്കുകയാണ്. made heirs and co-heirs with Jesus. നമ്മളെല്ലാവരും ദൈവത്തിന്റെ അല്ലെങ്കിൽ യേശുവിന്റെ അവകാശികളും ദൈവത്തിന്റെ കൂട്ടവകാശികളുമാണെന്നുള്ള കാര്യം മറക്കരുത്. We don't deserve to be treated as equal to Jesus. നമ്മളെല്ലാവരും അങ്ങനെ അർഹിക്കപ്പെടുവാനായിട്ട് അർഹരല്ല. യേശുവിനെ പോലെ കരുതുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും അർഹരല്ല. Amen. We are given the Holy Spirit. പക്ഷെ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. God made our bodies as the temple of God. അതായത് ദൈവം നമ്മുടെ ശരീരത്തെ ദൈവത്തിന്റെ ആലയമാക്കി മാറ്റിയിരിക്കുകയാണ്. So isn't it important? അത് തീർച്ചയായിട്ടും പ്രാധാന്യമുള്ളതല്ലേ? Are we important? നമ്മൾ പ്രാധാന്യമുള്ളവരല്ലേ? Amen. Amen, brothers. We are the temple of God. നമ്മളെല്ലാവരും ദൈവത്തിന്റെ ആലയമാണ് എന്നുള്ള കാര്യം മറക്കരുത്. And the power of God is dwelling in us. അതുപോലെ തന്നെ ദൈവത്തിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുകയും ചെയ്യുന്നുണ്ട്. So none of us can say I am weak. അതുകൊണ്ട് നമുക്ക് ആർക്കും തന്നെ പറയാൻ സാധിക്കില്ല ഞാൻ ബലഹീനനാണ് എന്ന്. Amen. So ഇപ്പോൾ നമ്മൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ പറയും ഇതൊക്കെ കൊള്ളാം, പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷേ എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറല്ല. എൻ്റെ ശക്തി കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളെല്ലാവരും മെഷർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ നിരാശപ്പെട്ടും ഒരു കാര്യവും ചെയ്യാൻ മുൻപോട്ട് വരാതിരിക്കുന്നതും ഒരു കാര്യവും ചെയ്യാൻ പറ്റാതിരിക്കുന്നതിനും കാരണം അതുകൊണ്ടാണ്. Amen. But brothers and sisters, we have a wonderful, gracious God. He is so generous that He has given us everything that we need to have for living a godly life. അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ഒരിക്കലും മറക്കേണ്ട, നമുക്ക് അത്രയും ഉദാരമനസ്കനായിട്ടുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമുക്ക് ഈ ദൈവമായിട്ടുള്ള ജീവിതത്തിൽ, ആത്മീയമായിട്ടുള്ള ജീവിതത്തിൽ എങ്ങനെ നമുക്ക് സമൃദ്ധിയായിട്ട് ജീവിക്കാൻ സാധിക്കുമോ അതിനുള്ള എല്ലാം തരുവാൻ ഉദാരമനസ്കനായിട്ടുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത്. So let us be satisfied with the importance and the significance that God has given us. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രാധാന്യത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് ദൈവം നമ്മളെ Let us സഹായിക്കും. not demand any importance from anyone else. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നുള്ള പ്രാധാന്യം അറിയിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അർഹിക്കുകയോ അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. Rather, let us be giving to others. As we already learned, as Jesus said, it is more blessed to give than to receive. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നവരായിരിക്കുവാൻ വേണ്ടിയിട്ട്, കാരണം യേശു തന്നെ പറഞ്ഞിട്ടുണ്ടത് കൊടുക്കുന്നതോ കിട്ടുന്നതിനേക്കാൾ അല്ലെങ്കിൽ വാങ്ങുന്നതിനേക്കാൾ ഭാഗ്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ ആരെന്നെ സ്നേഹിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം, ആരെനിക്ക് ബഹുമാനം നൽകുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം സ്നേഹവും ബഹുമാനവും മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ധാരാളമായി കൊടുക്കുക. Amen, brothers and sisters. Because we are abundantly given, we are so much is poured out lavishly upon us. We should be overflowing it so that we can give to others. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു കുറവുമില്ലാതെ നമ്മൾ നിറഞ്ഞു കവിയുന്നവരായി ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് കൊടുക്കുവാനായിട്ട് യാതൊരു കുറവും ഇല്ലാതെ തരുന്ന ഒരു ദൈവമായതുകൊണ്ട് നമുക്ക് ഒരിക്കലും പേടിക്കണ്ട. Amen. നമുക്ക് we'll pray for 1 minute. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. പിതാവേ, ദൈവമേ നീ എത്രയോ വലിയവനും, ദൈവമേ അങ്ങ് എത്രയോ ശക്തനും വലിയവനുമാണല്ലോ പിതാവേ. അങ്ങയുടെ നീ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാണല്ലോ പിതാവേ. അങ്ങയുടെ ജ്ഞാനവും അങ്ങയുടെ ശക്തിയും എല്ലാം ദൈവമേ ആർക്കും അളക്കാൻ പറ്റില്ലല്ലോ പിതാവേ. അതിലെല്ലാം ഉപരിയായിട്ട് അങ്ങേ സ്നേഹത്താൽ നിറഞ്ഞവനാണല്ലോ പിതാവേ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ അളവ് ഞങ്ങൾക്ക് ആർക്കും അളന്നെടുക്കാൻ പറ്റത്തില്ലല്ലോ പിതാവേ. അത്രമാത്രം അളവില്ലാത്ത സ്നേഹം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞതിന് അങ്ങേ സ്തുതിക്കുകയും നന്ദി പറയുന്നു പിതാവേ. ദൈവം എന്നിട്ടും അങ്ങ് ഇത്രമാത്രം എല്ലാം ചൊരിഞ്ഞിട്ടും ഞങ്ങൾ പലപ്പോഴും ദൈവമേ ഈ കുറവുള്ളവരായ എന്നുള്ള രീതിയിൽ പലപ്പോഴും നടന്നതോർത്ത് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു പിതാവേ. ദൈവമേ ഇനി അങ്ങനെ ജീവിക്കാതെ ദൈവമേ അങ്ങ് ധാരാളമായി നൽകിയിരിക്കുന്ന ആ വരങ്ങളെയും ഗുണങ്ങളെയും സ്നേഹത്തെയും എല്ലാം മനസ്സിലാക്കി അത് മതി എന്നുള്ള അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ദൈവമേ അങ്ങ് നൽകിയതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം പിതാവേ. അതുവഴിയായിട്ട് ദൈവമേ അങ്ങയുടെ മഹത്വത്തിനായിട്ട് ദൈവമേ ഈ ലോകത്തിൽ വെളിച്ചമായിട്ട് ദൈവമേ ഞങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവരങ്ങയെ സ്തുതിക്കുന്നതിന്
ദൈവമേ അങ്ങയുടെ പേരിന് മഹിമയും മാനവും വരുവാൻ തക്കവണ്ണം ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം പിതാവേ. ഈ പ്രാർത്ഥന എല്ലാം കൂടെ പുത്രനായ യേശുക്രിസ്തുവിൽ അർപ്പിക്കുന്നു. ആമേൻ.